മലയാള ഗാനത്തിൻ്റെ നാലുകെട്ടിൽ സ്വന്തമായ ഒരു മുറി പണി തീർത്ത പ്രതിഭാശാലിയായ ഗായകനാണ് ശ്രീ എരിഞ്ഞോളി മൂസ. യേശുദാസിൻ്റെ ശബ്ദാനുകരണ ഭ്രമത്തിൽ പല നല്ല ഗായകരും സ്വയം ഇരിഞ്ഞടങ്ങിയപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുമായി മലയാള സംഗീത ലോകത്ത് ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു ഈ പ്രകാശഗോപുരം. നമസ്കാരം മൂസക്ക. മറക്കാനാവാത്ത ഒരു സംഗീത അനുഭവമായിരിക്കുമല്ലോ മിറാജ് രാവിലെ കാറ്റ് എന്നുള്ള പാട്ട്. എല്ലാ വേദികളിലും മൂസക്ക പാടാറുണ്ട്. നമുക്ക് ഡെസസ്കാന് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടാം അല്ലേ? മേറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ, മേറാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. സംഗീത ലോകത്ത് മാപ്പിളപ്പാട്ട് വേറിട്ട് നിൽക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശരിക്കും മാപ്പിളപ്പാട്ട് സംഗീത ലോകത്ത് പ്രത്യേകിച്ച് വേറിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം മാപ്പിളപ്പാട്ടിൻ്റെ താളം, അതിൻ്റെ വരികൾ എല്ലാം ഒരു വ്യത്യസ്ത രീതിയിലാണ്. വെച്ചാൽ അറേബ്യൻ പാട്ട് സംഗീതമായിട്ട് ഇത് വളരെ അധികം ബന്ധമുള്ള ഒരു സാധനം. അതുകൊണ്ട് തന്നെയാണ് മാപ്പിളപ്പാട്ട് വേറിട്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ രചനാ ഭംഗി ഇന്നത്തെ മാതിരിയല്ല. അന്നത്തെ മാപ്പിളപ്പാട്ട് ചില മോയിൻകുട്ടി വൈദ്യരുള്ള എഴുതിയ അതായത് അറബ്, പിന്നെ തെലുങ്ക്, തമിഴ്, മലയാളം, ഇങ്ങനെ കണ്ട എല്ലാ ഭാഷകളും, ഇന്ത്യയിലുള്ള ഒരു എല്ലാ ഭാഷകളും ചേർത്തിട്ടാണ് അന്ന് മോയിൻകുട്ടി വൈദ്യർ ഈ പാട്ട് രചിച്ചിട്ടുള്ളത്. അതിനു മുമ്പേ 100-600 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ മാപ്പിളപ്പാട്ടിന്. മൂസക്ക, മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്തേക്ക് കടന്നു വന്ന സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. നേരത്തെ നമ്മൾ ഈ പാട്ട് അധിക പാട്ടുകളൊന്നും ഇല്ലാത്ത സമയത്താണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ. ഞാൻ ചെറുപ്പം മുതലേ അന്ന് ഇന്നത്തെ മാതിരിയുള്ള ഒരു സൗകര്യങ്ങളൊന്നും അന്നില്ല. അപ്പം ഈ ഗ്രാമഫോൺ റെക്കോർഡിലെ കൂടിയുള്ള പാട്ട് കേട്ടിട്ടാണ് ഞാൻ സത്യത്തിൽ മാപ്പിളപ്പാട്ട് എല്ലാ പാട്ട് രംഗത്ത് തന്നെ വന്നത്. അപാര കഴിവുള്ള, എല്ലാം കൊണ്ടും കഴിവുള്ള എസ്.എൻ. കോയക്കാൻ്റെ പോലുള്ള ആളുകളെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ മാപ്പിളപ്പാട്ടിൽ ആകർഷിച്ചത്. അന്ന് എസ്.എൻ. കോയക്കാൻ്റെ ഒരു പാട്ട് വളരെ എനിക്ക് വലിയ ആദ്യമായിട്ട് ഞാൻ പാടുന്നത് തന്നെ എസ്.എൻ. കോയക്കാൻ്റെ ഒരു പാട്ടാണ്. അരിമുല്ലപ്പൂ മണന്നല്ലോളേ, അഴകിലേറ്റം ഗുണമുള്ളോളേ. ഈ പാട്ടാണ് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സദസ്സിൽ പാടുന്നത്. വളരെ ഒരു 10, 12, 11 വയസ്സുള്ള ചെറുപ്പത്തിൽ, ആ പ്രായത്തിൽ. ഇന്നത്തെ ഗാനരംഗത്തുള്ള ഗായകരെ എങ്ങനെയാണ് മൂസക്ക നോക്കി കാണുന്നത്? ഇന്നത്തെ ഗായകർ നല്ല പാട്ടുകാരൻ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും. ഇന്ന് മലയാളത്തിൻ്റെ തന്നെ ആ സ്റ്റൈല് മാറി. ഇത് നേരത്തെ എല്ലാം സത്യത്തിൽ നമ്മൾ ഇന്നും ആസ്വദിക്കുന്നത്, ഇന്നും മലയാള പാട്ടുകൾ ആസ്വദിക്കേണ്ട 20 കൊല്ലത്തിൻ്റെ മുമ്പുള്ള പാട്ടുകളാണ് സത്യത്തിൽ ഇന്ന് ചെറുപ്പക്കാർ പോലും അത് കേട്ടുകൊണ്ട് നടക്കുന്നത്. മറ്റേതൊന്ന് കേൾക്കും, തള്ളും, അത്രയേ ഉള്ളൂ. അതിനൊരു ആയസില്ല, ഒരു ജീവനില്ലാത്ത. പക്ഷേ എങ്കിലും കൂടി ഇന്നത്തെ കാലത്തിന് വേണ്ടിയിട്ട് എന്തോ കാരണം കൊണ്ട് അങ്ങനെ ആയിട്ട് മാറിയിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് എന്ന് വെച്ചാൽ അന്ന് അന്ന് ഈ മാപ്പിളപ്പാട്ടിൽ മാപ്പിള എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇന്ന് മാപ്പിളപ്പാട്ടിൽ ഈ മാപ്പിള എന്ന് പറഞ്ഞ സാധനം അത് കുറച്ച് കാലങ്ങളായി, കുറച്ച് കാലം വളരെ അടുത്ത കാലമായിട്ട് ആ മാപ്പിളപ്പാട്ടിലെ മാപ്പിള മരിച്ചുപോയി. മൂസക്ക വേദന വിളുമ്പുന്ന ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇതിന് ഈ തരത്തിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയ കാരണം വെച്ചാൽ ഈ ആരോ നിർബന്ധിച്ച പോലെ സത്യത്തിൽ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രം മാപ്പിളപ്പാട്ടായതിൽ വലിയ സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ അവരെന്ത് പറയുന്നു അതുപോലെ എഴുതി കൊടുക്കാനും അതുപോലെ സംഗീതം ചെയ്യാനും അതുപോലെ പാടാനും കുറേ പാട്ടുകാരും ഇന്ന് ശ്രദ്ധിക്കാണ്ട് പാടുന്ന കുറേ പാട്ടുകാരുമുണ്ട്. സത്യം പറഞ്ഞാൽ പിന്നെ ഈ കച്ചവടക്കാരെ ആവശ്യപ്രകാരമാണ് മാപ്പിളപ്പാട്ടിനെ കൊന്നഴിഞ്ഞത്.